സംസ്ഥാന രാഷ്ട്രീയത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട പേരുകളിൽ ഒന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്കിൽ ഇപ്പോൾ ആ പേര് ചർച്ച ചെയ്യപ്പെടുന്നത് അങ്ങേയറ്റം നാണക്കേടുകോട് കൂടിയാണ്. പ്രത്യേകിച്ച് യുവതികളുടെ നിരന്തരമായ പരാതികൾ ഇപ്പോൾ ദേശീയ നേതൃത്വത്തിനടക്കം ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ സംസ്ഥാന ചുമതലയിൽ നിന്ന്, അതായത് യൂത്ത് കോൺഗ്രസിന്റെ ചുമതലയിൽ നിന്ന് മാറ്റിയിരുന്നു. പക്ഷേ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് CPM-നെയും BJP-യെയും സംബന്ധിച്ചിടത്തോളം അതല്ല ആവശ്യം. MLA സ്ഥാനം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തിടുക്കപ്പെട്ട MLA സ്ഥാനം രാജിവെക്കേണ്ട എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. CPM-ലും കോൺഗ്രസിൽ തന്നെയും നേരത്തെ സമാന സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ ആരോപണ വിധേയർ MLA സ്ഥാനം രാജിവെച്ചിരുന്നില്ല എന്ന സാഹചര്യമാണ് നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. നിയമപരമായി രാഹുലിന് എതിരെ എന്തെങ്കിലും നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും പാർട്ടിയിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രാഹുലിന് എതിരായ പരാതി പാർട്ടി ആഭ്യന്തര സമിതി അന്വേഷിക്കും. അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ഒരു വനിതയെ കൊണ്ടുവരുവാനുള്ള ചർച്ചകളും സജീവമാണ്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടിലേക്കാണ് ആദ്യം. റിനി എന്ന തുടക്കമിട്ട ആരോപണ ശരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് കൂടുതൽ പരാതികളുടെ രൂപത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുമ്പോഴും തിടുക്കത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കേണ്ടതില്ല, MLA സ്ഥാനം രാജിവെക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ തിടുക്കത്തിൽ എടുക്കേണ്ടതില്ല എന്ന പൊതുവികാരമാണ് നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിന്. കാരണം ഇതിനു സമാനമായ ആക്ഷേപങ്ങൾ നേരിട്ടവർ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും അവർ ഇപ്പോഴും MLA-മാരായി തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ആരോപണം ഉയർന്നതിന്റെ പേരിൽ പോലീസിൽ രേഖാമൂലം ഒരു പരാതി ലഭിക്കുകയോ പോലീസ് അതിൽ FIR രജിസ്റ്റർ ചെയ്യുകയോ ഒന്നും ചെയ്യാത്ത പശ്ചാത്തലത്തിൽ തിടുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കേണ്ടതില്ല എന്നൊരു വികാരമാണ് നേതാക്കളിൽ ഒരു വിഭാഗത്തിന്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ഒരു ആഭ്യന്തര അന്വേഷണ സമിതിയെ പ്രഖ്യാപിച്ച് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം ആരോപണ വിധേയനായ രാഹുലിനും പറയാനുള്ളതുകൂടി കേട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു സമഗ്രമായ റിപ്പോർട്ട് KPCC നേതൃത്വത്തിന് കൈമാറി. KPCC നേതൃത്വം അത് ഹൈക്കമാൻഡിന് കൈമാറുന്നതോടെ ഹൈക്കമാൻഡ് നേതൃത്വം ഈ വിഷയത്തിൽ അന്തിമമായ തീരുമാനം എടുക്കുമെന്നൊരു വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയതിന് രാജിവെച്ചതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പകരക്കാരനായി ആരെ തെരഞ്ഞെടുക്കുമെന്ന ചർച്ചകൾ കഴിഞ്ഞ ദിവസം മുതൽ വലിയ തരത്തിൽ സജീവമായിരിക്കുകയാണ്. ഗ്രൂപ്പുകൾ ചേരിതിരിഞ്ഞ് ഓരോ പേരുകൾക്ക് വേണ്ടി അവകാശവാദം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മുൻപിലുണ്ടായിരുന്നത് KM അഭിജിത്തിന്റെയും അതോടൊപ്പം അബിൻ വർക്കിയുടെയും പേരുകളായിരുന്നു. അബിൻ വർക്കി നിലവിലെ സംസ്ഥാന കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റാണ്. രാഹുലിന്റെ തൊട്ടുതാഴെ ഭൂരിപക്ഷം ലഭിച്ചയാളാണ് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ. അതേസമയം നിലവിൽ പാർട്ടിക്കുണ്ടായ അവമതിപ്പ് കണക്കിലെടുത്ത് പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായി ഒരു വനിതയെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ചർച്ചകളും സജീവമായി ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഡോക്ടർ സോയ ജോസഫിന്റെ പേരിനാണ് ഡൽഹിയിൽ മുൻഗണനയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. രണ്ട് പേരുകൾ, അരിത ബാബു, ഡോക്ടർ സോയ ജോസഫ്, ഇങ്ങനെ രണ്ട് പേരുകൾ നേതൃത്വത്തിന്റെ പരിഗണനയിലേക്ക് വന്നിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി അടക്കം വിശദമായി കൂടിയാലോചന നടത്തിയതിനു ശേഷം കോൺഗ്രസ് ദേശീയ നേതൃത്വമായിരിക്കും ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുക. കാരണം കേരളമടക്കം അടുത്ത വർഷം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഇനി എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും തെരഞ്ഞെടുപ്പിനെ കൂടി ബാധിക്കും, സ്വാധീനിക്കും. അതുകൊണ്ട് അതിന്റെ പേരിൽ ഒരു പ്രശ്നം പാർട്ടിയിൽ ഉണ്ടാകാതിരിക്കാൻ ഒരു പൊതു സ്വീകാര്യനായ ആളെ അല്ലെങ്കിൽ സ്വീകാര്യതയുള്ള വനിതയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം എത്താനുള്ള സാധ്യതയാണ് നിലവിൽ. ഇതാണ് പാർട്ടിയുടെ പൊതുവിലയിരുത്തൽ എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യത്തിൽ പാലക്കാട് വലിയ പ്രതിഷേധമാണ് നടന്നത്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കേണ്ട എന്ന് പറഞ്ഞ് പ്രതിരോധിച്ച VK ശ്രീകണ്ഠൻ MP പരാതിക്കാരിക്കെതിരെ നടത്തിയ അർദ്ധവസ്ത്ര പരാമർശം വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. വിമർശനം ശക്തമായതോടെ VK ശ്രീകണ്ഠന് പ്രസ്താവന പിൻവലിക്കേണ്ടിയും വന്നു. രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് വലിയ പ്രതിഷേധങ്ങളാണ് അരങ്ങേറുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ഇന്ന് രാവിലെ ആദ്യം സംഘടിപ്പിച്ചത് BJP-യാണ്. വിക്ടോറിയ കോളേജിന് മുമ്പിലായിരുന്നു BJP-യുടെ ക്യാൻവാസ് സമരം. ക്യാൻവാസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മുദ്രാവാക്യങ്ങൾ എഴുതിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പരിഹസിച്ചുള്ള ചിത്രങ്ങൾ പതിച്ചും അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം BJP രേഖപ്പെടുത്തി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് MLA ഓഫീസിലേക്ക് AYF-ഉം കർഷക സംഘവും മഹിളാ സംഘവും ഉച്ചയ്ക്ക് പ്രതിഷേധ പ്രകടനം നടത്തി.
വൈകുന്നേരം SFIയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്ക് വലിയ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരിച്ച VK ശ്രീകണ്ഠന് വലിയ പ്രതിഷേധമാണ് നേരിടേണ്ടി വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ സ്ത്രീ അർദ്ധവസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന അദ്ദേഹത്തിന്റെ പരാമർശമാണ് വിവാദങ്ങൾക്ക് വഴി തുറന്നത്. തുടർന്ന് അദ്ദേഹം മണിക്കൂറുകൾക്കകം ആ നിലപാട് തിരുത്തുകയും തന്റെ വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്നും താൻ പറഞ്ഞത് പിൻവലിക്കുന്നുവെന്നും വ്യക്തമാക്കി. ഒരിക്കലും പരാതി പറയുന്നവരെയോ അല്ലെങ്കിൽ ആക്ഷേപം പറയുന്നവരെ അപമാനിക്കൽ ഞങ്ങളുടെ സംസ്കാരമല്ല. അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും അത് എൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടി ഞാൻ അത് പിൻവലിച്ചിരിക്കും. അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആര് പരാതി പറഞ്ഞാലും ആ പരാതിക്കാരെ ആക്ഷേപിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരിപാടിയില്ല. ഒരിക്കലും സ്ത്രീയോട് അപമാനമായിട്ടോ ആക്ഷേപമായിട്ടോ സംസാരിച്ച ചരിത്രം എൻ്റെ ജീവിതത്തിലില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കാൻ സമ്മതിക്കില്ലെന്ന് BJPയും അതുപോലെ തന്നെ DYFIയും കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് മറ്റൊരു പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത CPM ജില്ലാ സെക്രട്ടറിയും ഇതേ നിലപാട് ആവർത്തിച്ചു. കേരളത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും ഇപ്പോഴ് രാഹുലിൻ്റെ MLA സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം ഉയർന്നു വരികയാണ്. അങ്ങനെ ഉയർന്നു വരുന്ന ആവശ്യം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പൊതുവികാരമായിട്ട് രൂപപ്പെടുകയാണ്. അപ്പോൾ ഇത്ര ഗുരുതരമായ തെളിവുകളോടുകൂടി വന്ന ആരോപണം എന്ന് പറയുന്നതിൽ കാര്യമില്ല, തെളിവുകളോടുകൂടി വന്ന ഈ കാര്യം അടിസ്ഥാനപ്പെടുത്തിയിട്ട് രാജിവെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. വരും ദിവസങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് വലിയ പ്രതിഷേധങ്ങൾ നടക്കുമെന്ന് ഉറപ്പാണ്. അതേസമയം ഒരാഴ്ചത്തേക്ക് രാഹുൽ മാങ്കൂട്ടം തന്റെ പൊതുപരിപാടികൾ പൂർണ്ണമായും ഒഴിവാക്കിയതായിട്ടാണ് റദ്ദാക്കിയതായാണ് വിവരം. പാലക്കാട്ട് നിന്നും പ്രജിത് കോങ്ങാടൊപ്പം CB അനുമോദ്, ന്യൂസ് 18. MLA പദവിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെടാൻ CPIഎമ്മിന് ധാർമ്മികമായ അവകാശമില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രതിരോധം. ഇത് പറയുന്നത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തന്നെയാണ്. VK ശ്രീകണ്ഠന്റെ വിവാദ പരാമർശം അദ്ദേഹം തന്നെ തിരുത്തിയതായും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. ഞാൻ ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനം സശ്രദ്ധം വീക്ഷിച്ചു. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ആലോചിക്കട്ടെന്നാണ്. അത്രമാത്രമേ അദ്ദേഹത്തിന് പറയാൻ സാധിക്കൂ. കാരണം CPM ഇത്തരം കേസുകളിൽ ഇതിനേക്കാൾ ഗൌരവമേറിയ കേസുകൾ ആലോചിച്ചിട്ടില്ല. BJPക്കും അത് ഞങ്ങളെ ഉപദേശിക്കാനുള്ള ധാർമ്മികതയില്ല. ബ്രജ്ഭൂഷന്റെ കേസുണ്ട്. യെഡ്യൂരപ്പ പോസ്കോ കേസിൽ പ്രതിയാണ്. BJPയുടെ പരമോന്നത സമിതിയിൽ അംഗമാണ്. ഉന്നാവ് കേസ് നമ്മളുടെ മുമ്പിലുണ്ട്. ഹത്ര കേസ് നമ്മളുടെ മുമ്പിലുണ്ട്. അതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിച്ചതല്ല. അതെല്ലാം അവർക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഏറ്റവും വേഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി സ്ഥാനത്തുനിന്ന് അദ്ദേഹം ഒഴിഞ്ഞു. അതിന്റെ കാരണങ്ങൾ എല്ലാവർക്കും അറിയാം. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് മന്ത്രി V ശിവൻകുട്ടി. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് തന്നെ അപമാനമാണ് രാഹുൽ. ട്രാൻസ്ജെൻഡറുകൾക്ക് പോലും കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം യൂത്ത് കോൺഗ്രസുകാരെ കൊണ്ട് ഉണ്ടാകുന്നതായി മന്ത്രി വിമർശിച്ചു. കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് തന്നെ അപമാനമാണ്. ജനങ്ങൾ അവരെയുമെല്ലാം ഈ നിലയിൽ കാണാൻ പ്രേരിപ്പിക്കുന്ന നിലയിലുള്ള ആക്ഷേപങ്ങളാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും അങ്ങേറ്റം മാസ്റ്റർ പീസ് എടുത്തവരാണ്. അഹങ്കാരത്തിനും ധിക്കാരത്തിനും കയ്യും കാലും വെച്ച വ്യക്തിയാണ്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ച് എടാ വിജയ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചവരാണ്. ട്രാൻസ്ജെൻഡറിന് പോലും ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഈ യൂത്ത് കോൺഗ്രസ്സുകാർ കൊണ്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് അപൂർവങ്ങളായിട്ടുള്ള സംഭവം എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. ശിവൻകുട്ടിയുടെ പ്രതികരണം ഇതാണ് എങ്കിൽ VD സതീശന്റെ പിന്തുണയുള്ളതുകൊണ്ടാണ് രാഹുൽ രാജിവെക്കാത്തത് എന്നായിരുന്നു BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ വിമർശനം. കോൺഗ്രസുകാർ വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ ജനങ്ങൾ ഇക്കാര്യം ചോദിക്കുമെന്നും ശോഭ പറഞ്ഞു. ഈ ശ്രീമാൻ രാഹുൽ താൻ MLA സ്ഥാനം ഒഴിയില്ല എന്ന് പറയുന്നത് BD സതീശന്റെ സപ്പോർട്ടോടു കൂടിയാണ്.
ആ സപ്പോർട്ടിനകത്ത് മറ്റു കോൺഗ്രസിന്റെ എത്ര കണ്ട് നേതാക്കന്മാരുണ്ട് എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അമ്മമാരുടെ, പെൺകുട്ടികളുടെ മുന്നിൽ ചെന്ന് നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് വേണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു സമയത്ത് ഇതിന് കറക്റ്റായിട്ടുള്ള റിയാക്ഷൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കിയാൽ നല്ലത് എന്നാണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്. രാഹുലിനെ തള്ളിപ്പറയാൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊന്നും അങ്ങനെ പൂർണ്ണമായും തള്ളിക്കളയാൻ തയ്യാറായിട്ടില്ല. ഇന്ന് കെ മുരളീധരന്റെ പ്രതികരണവും അതേ രീതിയിൽ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടം ധാർമ്മികതയുടെ പേരിലാണ് രാജിവെച്ചത് എന്നും തുടർ അന്വേഷണത്തിനനുസരിച്ച് ബാക്കി നടപടികൾ സ്വീകരിക്കുമെന്നാണ് മുരളീധരൻ പറഞ്ഞത്. ഏതായാലും കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ടെ. ആരെങ്കിലും റിട്ടേൺ പരാതി കൊടുത്താൽ അന്വേഷിച്ചേ പറ്റൂ. അന്വേഷണത്തിന്റെ തുടർ നടപടികൾ നോക്കിക്കൊണ്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനമെടുക്കും. ഇപ്പോൾ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറഞ്ഞത്. അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ മറ്റ് നടപടികൾക്കനുസരിച്ച് തീരുമാനമെടുക്കും. പേര് പരാമർശിച്ച് റിട്ടേൺ കംപ്ലൈന്റ് ഉള്ളവർ MLA-മാരെ പിരിക്കുന്നുണ്ടല്ലോ. പിന്നെന്താ മാങ്കൂട്ടത്തിന് മാത്രം? മറ്റാർക്കും ധാർമ്മികത പറയാൻ അവകാശമില്ല. റിട്ടേൺ ആയിട്ട് കംപ്ലൈന്റ് ഉള്ള മുകേഷ് ആ റിപ്പോർട്ട് അറിഞ്ഞിട്ട് പോലും മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ കഴിഞ്ഞ ലോക്സഭയിൽ സ്ഥാനാർത്ഥിയായി. അപ്പോ ഇവർക്ക് ആർക്കും ധാർമ്മികത പറയാൻ ഒരു അവകാശമില്ല. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. പൊതുരംഗം സംശുദ്ധമായിരിക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇനി എന്തെങ്കിലും തുടർ നടപടികളിൽ നല്ല ശിക്ഷണ നടപടികളും നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗത്ത് വന്നാൽ പാർട്ടി മറ്റു കാര്യങ്ങൾ ആവശ്യപ്പെടും. BJP-യിൽ ചേക്കേറിയപ്പോൾ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് അങ്ങേയറ്റം മോശമായ ഭാഷാപ്രയോഗത്തിന് വിധേയയായ ആളാണ് പത്മജ വേണുഗോപാൽ. പത്മജ വേണുഗോപാൽ പ്രതികരിച്ചത് രാഹുലിന്റെ കഥകൾ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട് എന്നാണ്. ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് പലതരം വേഷങ്ങൾ ഇടേണ്ടി വരും. ഒരു വസ്ത്രം വെച്ചിട്ടാണോ ഒരു സ്ത്രീനെ അളക്കുന്നത്? തീർച്ചയായിട്ടും അതല്ല. അപ്പം അതുകൊണ്ട് വസ്ത്രധാരണത്തിലൊന്നും എനിക്ക് പെൺകുട്ടികളെ, ആ കുട്ടിയുടെ ജോലി അതാണ്, മോഡലിംഗ് ഇതൊക്കെ. അപ്പോൾ പലതരം വസ്ത്രങ്ങൾ ഇടേണ്ടി വരും. അതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ അതിനെപ്പറ്റി VK ശ്രീകണ്ഠനെ പോലെ ഒരാൾ ഇന്നലത്തെ പ്രസ്താവന കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സൊന്ന് എന്താ പറയുക സങ്കടപ്പെട്ടു പോയി. ശ്രീകണ്ഠനെ പറ്റിയുള്ള എൻ്റെ പ്രതീക്ഷ ഇതായിരുന്നില്ല ശ്രീകണ്ഠൻ. എന്തുകൊണ്ട് ആ വലയത്തിൽ ശ്രീകണ്ഠൻ പെട്ടു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. രാഹുലിനെ സംരക്ഷിക്കാനാണ്, പാലക്കാടാണല്ലോ മറ്റേ ഷാഫി, അങ്ങനെ അവരൊക്കെ ഒരു കൂട്ടുകെട്ടുണ്ടെന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലാവണം. അന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. പക്ഷേ എനിക്കറിയാം ഇവരൊന്നും നമ്മൾ അത്ര അങ്ങോട്ട് സുഖത്തിലൊന്നുമല്ല. പക്ഷേ എന്നാലും ഈ സമയത്ത് രക്ഷിക്കേണ്ടത് ആളുടെ ചുമതലയെന്ന് ആൾക്ക് തോന്നിയിട്ടുണ്ടാവും. ഇതെല്ലാം രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളാണ് എങ്കിൽ നിയമപരമായ വിഷയത്തിലേക്ക് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിടുക്കപ്പെട്ട് കേസെടുക്കേണ്ട എന്ന നിലപാടിലാണ് പോലീസ്. വെളിപ്പെടുത്തൽ നടത്തിയ യുവതികളിൽ ഒരാളെ നിർബന്ധിത ഗർഭഛിദ്രത്തിന് വിധേയമാക്കി എന്ന വെളിപ്പെടുത്തലിൽ അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യൻ എറണാകുളം സെൻട്രൽ പോലീസിന് പരാതി നൽകിയെങ്കിലും FIR ഇടാൻ സാധിക്കുന്ന സാഹചര്യമല്ല ഉള്ളത്. യുവതികളിൽ ആരെങ്കിലും നേരിട്ട് പരാതി നൽകിയാൽ തുടർ നടപടി സ്വീകരിക്കാമെന്ന നിലപാടിലാണ് പോലീസ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിടുക്കപ്പെട്ട് കേസെടുക്കേണ്ടതില്ല എന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. യുവനടിയാകട്ടെ രാഹുലിന്റെ പേര് പറയാതെയാണ് ആരോപണം ഉന്നയിച്ചത്. ഇതിന് പിന്നാലെ വന്ന കാര്യങ്ങൾക്കും വ്യക്തമായ തെളിവുകളില്ല. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ആണ് പരാതി. കേസെടുത്താൽ കോടതിയിൽ തിരിച്ചടിയാകുമെന്നും പോലീസിന് ലഭിച്ച നിയമോപദേശത്തിൽ പറയുന്നുണ്ട്. ആരോപണ വിധേയനായ രാഹുലിനെതിരെ പരാതിക്കാരന് തെളിവുകൾ ഹാജരാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടുമില്ല. ഗർഭചിത്രം നടന്നിട്ടുണ്ടോ, ഗർഭസ്ഥ ശിശു ജീവിച്ചിരിപ്പുണ്ടോ, ഇരയായ പെൺകുട്ടിയുടെ ആരോഗ്യത്തെ എത്രമാത്രം ബാധിച്ചു എന്നീ കാര്യങ്ങളിലും വ്യക്തത വന്നിട്ടുമില്ല. കേസിൽ മുന്നോട്ടു പോകണമെങ്കിൽ ഇരയെ കണ്ടെത്തുകയോ ഇര കൂടുതൽ വിവരങ്ങൾ കൈമാറുകയോ പരാതി നൽകുകയോ ചെയ്യണം. ഗർഭചിത്ര ആരോപണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് പോലീസ്. അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യനാണ് എറണാകുളം സെൻട്രൽ പോലീസിനും ബാലാവകാശ കമ്മീഷനും ഇന്നലെ പരാതി നൽകിയത്. യുവതിയും രാഹുലും തമ്മിലുള്ള നിലയിൽ ഇപ്പോൾ ലഭിച്ച ഫോൺ സംഭാഷണം ഉൾപ്പെടെയാണ് ഷിൻഡോ പരാതി നൽകിയിരിക്കുന്നത്. ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നത് കുറ്റകരമാണെന്നിരിക്കെ കേസെടുത്ത് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. എന്തായാലും ഗർഭസ്ഥ ശിശുവിനെ ജീവിച്ചിരിക്കാനുള്ള അവകാശം ലംഘിക്കുന്നതാണ് രാഹുലിന്റെ പ്രവൃത്തി. പുറത്തുവന്ന ശബ്ദ സന്ദേശങ്ങൾ പ്രകാരം യുവതിയെ മാനസികമായും ശാരീരികമായും രാഹുൽ പീഡിപ്പിച്ചിട്ടുണ്ട്. പല ഗുരുതര വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളാണ് നടന്നിട്ടുള്ളതെന്നും പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഇതുവരേക്കും യുവതികൾ ആരും പരാതിയുമായി പോലീസിനെ സമീപിക്കാത്തത് തന്നെയാണ് MLA സ്ഥാനം ഉൾപ്പെടെ രാഹുൽ രാജിവെക്കാത്തത് എന്ന് തന്നെയാണ് വാർത്തകളും. ഒപ്പം തന്നെ
രാഹുലിന്റെ ആത്മവിശ്വാസവും അത് തന്നെയാണ്. യൂത്ത് കോൺഗ്രസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലും പോർമുഖം തുറന്നിരിക്കുകയാണ്. ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലികൾ അബിനെ അധ്യക്ഷ സ്ഥാനത്ത് അംഗീകരിക്കില്ല എന്നാണ് നിലപാട്. രാഹുലിനെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ അബിൻ വർക്കി എന്നാണ് വിമർശനം. അബിന്റെ ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ബാഹുബലി സിനിമയിലെ ക്ലൈമാക്സ് രംഗത്തിന്റെ ചിത്രമുള്ള പോസ്റ്റർ സംസ്ഥാന കമ്മിറ്റി ഗ്രൂപ്പിലാണ് രാഹുൽ അനുകൂലികൾ ഇട്ടിട്ടുള്ളത്. ഇങ്ങനെ പിന്നിൽ നിന്ന് കുത്തിയിട്ട് നേതാവാകാൻ നോക്കിയാൽ അംഗീകരിക്കില്ല എന്നാണ് രാഹുലിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. ഇതോടെയാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ തർക്കം മൂത്തത്. വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഉള്ളിയാക്കിയ സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ജനപ്രതിനിധിക്ക് എതിരെ ഉയരുന്ന വിമർശനങ്ങൾ അത് അങ്ങേയറ്റം ഗൗരവം ഉള്ളതാണ്, നാണക്കേടാണ്. എന്നാൽ അതിലേറെ നാണക്കേടാണ് നമ്മുടെ നാട്ടിൽ, അതും 15 വയസ്സ് മാത്രം പ്രായമായ ഒരു ഇതര സംസ്ഥാനത്ത് നിന്നുള്ള പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായി എന്നത്. കോഴിക്കോട് രാമനാട്ടുകരയിലാണ് സംഭവം. ബംഗാളി പെൺകുട്ടിയെ ആണ് കൂട്ടബലാത്സംഗം ചെയ്തത്. 15-കാരിയായ പെൺകുട്ടിയെ 5 മലയാളി യുവാക്കൾ ചേർന്നാണ് അതിക്രൂരമായി ബലാത്സംഗം ചെയ്തത്. ഈ പ്രതികൾ ഇപ്പോൾ ഒളിവിലാണ്. ബംഗാളിൽ നിന്നുള്ള പോലീസ് സംഘം കോഴിക്കോട് എത്തി കൂടുതൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 3 दिन बाद जिम पे डाला था मैंने, 3 दिन बाद घर पे जाके बोला मम्मी मेरा मॉल पे काम ठीक हो गया है। मैंने बोला कौन ठीक किया? बोला उधर का जो मैडम है जिम चला था उसका बीबी मैडम है, तो वो बीबी ने मेरे को काम ठीक करके दिया, मैं मॉल पर काम करूँगी। तो मैंने बोला मैडम अच्छा है क्या? बोला हाँ अच्छा है, मैं उधर काम करूँगी। वो बोला है अच्छा कपड़ा पहन के आएगी, ये स्मार्ट जैसे फैशन जैसे कपड़ा पहन के आएगी, ऐसे कपड़ा नहीं चलेगा, ऐसा मेरे को बोला है। पुलिस ने क्या बोला? कब? अभी बोल रही पुलिस ने, अभी बोल रही वो उड़ीसा का मैडम था, वो गया है इधर नहीं। अभी बोला तो अभी आरपीना के पास से पता चलेगा जो वो उड़ीसा का मैडम था कि केरला का मैडम था, आरपीना के पास से पता चलेगा। एक लड़का और दूसरा लड़का है किधर का? कितना लड़का था? आरपीना तो जो बयान दिया है वो 5 लड़का था। 5 लड़का। और ड्राइवर जो था उसको लेकर 6। कब आप मिसिंग कंप्लेंट दे दो? इधर उस दिन जिस दिन 19 तारीख को जिस दिन घर पे नहीं आया था तो उस दिन ही पुलिस कंप्लेंट दिया था। अभी किधर हो बेटी? अभी होम पे है, उधर जा रहे होंगे। രാമനാട്ടുകരയിലെ ഒരു മാളിൽ ജോലി ചെയ്തിരുന്ന പെൺകുട്ടി രാത്രി ഏറെ വൈകിട്ടും വീട്ടിൽ തിരിച്ചെത്താതെ വന്നതോടെയാണ് വീട്ടുകാർ അന്വേഷണം ആരംഭിച്ചത്. ഇതേ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ പോലീസ് രാത്രിയിൽ കാര്യമായി അന്വേഷണം നടത്തിയില്ല എന്നാണ് കുടുംബം പറയുന്നത്. രാമനാട്ടുകര പട്ടണത്തിന് സമീപത്ത് തന്നെ ഒരു കാറിൽ കൊണ്ട് ഈ കുട്ടിയെ ഏതാനും യുവാക്കൾ ചേർന്ന് ഇറക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനുശേഷം പോലീസ് എത്തുകയും കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അങ്ങനെയാണ് തലേദിവസം കാണാതായ പെൺകുട്ടി, ബംഗാളി സ്വദേശിയായ പെൺകുട്ടിയാണിതെന്ന് മനസ്സിലാക്കിയത്. കുട്ടിയുടെ ശരീരമാസകലം മുറിവേറ്റ പാടുകളുണ്ടായിരുന്നു. കയ്യിലും കാലിലും മാറിലുമൊക്കെയായി പരിക്കുകളുണ്ട് എന്നാണ് വീട്ടുകാർ, അമ്മ അടക്കം പറയുന്നത്. ക്രൂരമായ ലൈംഗിക പീഡനത്തിന് പെൺകുട്ടി ഇരയായതായാണ് കുടുംബം പറയുന്നത്. മാളിൽ തന്നെ ജോലി ചെയ്തിരുന്ന ഒരു യുവാവുമായി കുട്ടിക്ക് സൗഹൃദമുണ്ടായിരുന്നു. എന്നാൽ പ്രണയം പോലുള്ള അത്ര വലിയ അടുപ്പമായിരുന്നില്ല എന്നും വീട്ടുകാർ പറയുന്നു. ആ യുവാവാണ് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയതെന്ന വിവരമാണ് കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ രാമനാട്ടുകര തന്നെയുള്ള ഒരു കെട്ടിടത്തിൽ കൊണ്ടുപോയി മറ്റ് 4 പേർ കൂടി കുട്ടിയെ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കിയതായാണ് അവർ വ്യക്തമാക്കുന്നത്. മാനസികവും ശാരീരികവുമായ ആഘാതങ്ങളാണ് കുട്ടിക്ക് ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ സംഭവമുണ്ടായി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും, ഏതാണ്ട് 2 ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെ പോലീസ് പിടികൂടാൻ തയ്യാറാവുന്നില്ല എന്നാണ് കുടുംബം പരാതി പറയുന്നത്. ഈ പെൺകുട്ടിയുടെ നാട്ടിൽ ബംഗാളിലും ഈ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുകയും പ്രാദേശിക നേതൃത്വം ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ബംഗാളിൽ നിന്നുള്ള പോലീസ് സംഘത്തെയും ഈ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ
നേതാക്കളെയും കൗൺസിലർ അടക്കമുള്ളവരെയും കേരളത്തിലേക്ക് അയക്കുകയും അവർ കേരള പോലീസുമായി, ഫാറൂഖിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തിരിക്കുന്നു. പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുന്നു എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. പല മാർഗങ്ങളിൽ കൂടിയും പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഒപ്പം എത്ര പേർ പെൺകുട്ടിയെ പീഡനത്തിന് വിധേയമാക്കി എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായ വിവരം ലഭ്യമല്ല എന്നും പോലീസ് പറയുന്നു. കാരണം ഈ കൃത്യത്തിൽ നിർവഹിച്ച ശേഷം ഈ കുട്ടിയെ മയക്കുമരുന്ന് അടക്കം കൊടുത്താവാം ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്ത് എന്നൊരു കണക്കൂട്ടലാണുള്ളത്. അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ രീതിയിലാണ് ഈ കുട്ടിക്ക് നേരെ അതിക്രമങ്ങൾ നടത്തിയതെന്ന് സംബന്ധിച്ച ഒരു കൃത്യമായ മൊഴി നൽകാൻ പര്യാപ്തമായ അവസ്ഥയിലല്ല കുട്ടിയെന്നും പറയുന്നു. എന്തായാലും ഇതേക്കുറിച്ച് വളരെ വിശദമായി തന്നെ അന്വേഷണം നടത്തി വരികയാണ്. പ്രധാന പ്രതിയെ കിട്ടിയാൽ ബാക്കി ആളുകളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് അറിയുന്നത്. വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ കുട്ടി ബംഗാളിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്നത്. ഈ കുട്ടിയുടെ അമ്മയും വല്യമ്മയും ഒക്കെ വർഷങ്ങളായി തന്നെ രാമനാട്ടുകരയിൽ ജോലി ചെയ്ത് ജീവിക്കുന്നതാണ്. ഈ കൂലിപ്പണിക്കും, അതായത് കെട്ടിട നിർമ്മാണ ജോലികൾക്കും ഒപ്പം വീട്ടുജോലികൾക്കുമൊക്കെ പോയാണ് അവർ ഉപജീവന മാർഗം നടത്തുന്നത്. ബംഗാളിൽ നിന്നും കേരളത്തിലെത്തിയ ഈ കുട്ടിയെ ജിമ്മിൽ പരിശീലനത്തിനായി കുടുംബം അയക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജിമ്മിൽ വെച്ച് പരിചയപ്പെട്ട ഒരു സ്ത്രീയാണ് കുട്ടിക്ക് ഷോപ്പിംഗ് മാളിൽ ജോലി വാങ്ങിക്കൊടുത്ത് ഒരു തുണിക്കടയിൽ ഈ തുണി മടക്കുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കായി ആണ് എന്ന് പറഞ്ഞാണ് ജോലിക്ക് കൊണ്ടുപോയതെന്നും കുടുംബം പറയുന്നു. അവിടെ വെച്ചാണ് ഈ ഹിന്ദി അറിയാവുന്ന ആളുകളുമായി അടുത്തിടപഴകുന്ന ഒരു സ്വഭാവം കുട്ടിക്കുണ്ടായത്. മലയാളം തീരെ അറിയാത്ത കുട്ടിയാണ്. അങ്ങനെയാണ് ഈ യുവാവുമായി പരിചയപ്പെട്ടത്. ഒരു മാസം മുമ്പ് മാത്രമാണ് ഈ യുവാവുമായി കുട്ടി പരിചയപ്പെട്ടതെന്നും ഈ കുടുംബം അറിയിക്കുന്നു. ഈ യുവാവിനെ പറ്റി വീട്ടുകാരോട് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ഇയാൾ ചെയ്യുമെന്ന ഒരു കണക്കൂട്ടൽ ഒരിക്കലും കുടുംബത്തിനുണ്ടായില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ പ്രതികളെ കണ്ടെത്തണം എന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ബംഗാളിൽ നിന്നെത്തിയ പോലീസ് സംഘം കേരളത്തിൽ തന്നെ തുടരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ഊർജ്ജസ്വലമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലുമാണ് കുടുംബം. യെസ്, എന്തായാലും നമ്മൾ മലയാളികൾ അഭിമാനത്തോടെയാണ് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച്, നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച്, ഇവിടുത്തെ ജീവിത രീതിയെക്കുറിച്ചൊക്കെ പറയാറ്. അവിടെയാണ് ഒരു ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന ഒരു പെൺകുട്ടി, അതും 15 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി ക്രൂരമായ ബലാത്സംഗത്തിനിരയായി എന്നത് അങ്ങേയറ്റം ലജ്ജാകരമാകുന്നത്. ഈ ബലാത്സംഗത്തിന് ഇരയായ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് നമ്മുടെ ബാലാവകാശ കമ്മീഷൻ. കേസിലെ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കൃത്യമായ ഇടപെടൽ കമ്മീഷൻ നടത്തുമെന്ന് ചെയർമാൻ KV മനോജ് കുമാർ വ്യക്തമാക്കി. പ്രാഥമിക അന്വേഷണം കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് നടത്തിയിട്ടുണ്ട്. പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നും കൃത്യമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത്. CPIM നൽകിയ കത്ത് ചോർത്തൽ സംഭവം, അത് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് തന്നെയാണ് എന്ന് ആവർത്തിച്ചിരിക്കുകയാണ് വ്യവസായി, അതായത് പരാതിക്കാരനായ വ്യവസായി മുഹമ്മദ് ഷർഷാദ്. MV ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസിനാണ് ഷർഷാദിന്റെ മറുപടി. MV ഗോവിന്ദനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. സെക്രട്ടറിയുടെ മകനും രാജേഷ് കൃഷ്ണയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും ഷർഷാദ് പ്രതികരിച്ചു. MV ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസിന് മുഹമ്മദ് ഷർഷാദ് മറുപടി നൽകി. താൻ പാർട്ടിക്കോ പാർട്ടി സെക്രട്ടറിക്കെതിരെയോ ആരോപണം ഉന്നയിക്കുകയോ അവരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. അത്തരം ആരോപണങ്ങൾ ഈ നോട്ടീസിൽ പറയുന്ന വസ്തുതാവിരുദ്ധമെന്നാണ് ഷർഷാദ് പറയുന്നത്. നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും വാസ്തവവിരുദ്ധമാണ്. ഞാൻ എവിടെയും പാർട്ടിയോ പാർട്ടി സെക്രട്ടറിയെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് പാർട്ടി സെക്രട്ടറിയുടെ മകനും രാജേഷ് കൃഷ്ണയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അതിൻ്റെ പേരിൽ കത്ത് ചോർച്ചയിൽ അദ്ദേഹത്തിൻ്റെ മകനെ ശ്യാംജിത്തിനെ സംശയമുണ്ട് എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുന്നു. അതായത് ശ്യാംജിത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് മുഹമ്മദ് ഷർഷാദ് ചെയ്യുന്നത്. പാർട്ടിക്കോ പാർട്ടി സെക്രട്ടറിക്കോ എതിരെയല്ല തൻ്റെ ആരോപണം. പക്ഷേ താൻ CPMന്റെ കേന്ദ്ര നേതൃത്വത്തിന് നൽകിയ കത്ത് ചോർത്തിയത് ശ്യാംജിത്ത് എന്ന MV ഗോവിന്ദന്റെ CPM സംസ്ഥാന സെക്രട്ടറി മകനാണ് എന്ന ആരോപണത്തിൽ ഉറച്ചു നിന്നുള്ള മറുപടിയാണ് MV ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസിന് ഷർഷാദ് നൽകുന്നത്. അതായത് CPM സംസ്ഥാന നേതൃത്വം, സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഷർഷാദിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണ്, വ്യാജ ആരോപണങ്ങളാണ്, തനിക്കോ തൻ്റെ മകനോ ഇതിലൊരു പങ്കുമില്ല എന്ന് ഇന്നലെയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. പക്ഷേ അത് തള്ളിക്കൊണ്ട് MV ഗോവിന്ദന് ക്ലീൻ ചിറ്റ് നൽകുകയും എന്നാൽ ശ്യാംജിത്തിനെ സംശയം നിലനിർത്തിക്കൊണ്ടുള്ള മറുപടിയാണ് ഷർഷാദ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. രാജേഷ് കൃഷ്ണയ്ക്കെതിരായ ആരോപണങ്ങളും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. CPIMനെ അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയൊക്കെ ഏറെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിവാദവും ആരോപണവുമായിരുന്നു ഈ കത്ത് ചോർന്ന വിവാദം എന്നതെങ്കിൽ, ഇപ്പുറത്ത് BJPയിലേക്ക് വരുമ്പോൾ അവിടെ വോട്ട് ചേർക്കുന്നു എന്നുള്ളതാണ് വലിയ വിവാദമായി നിൽക്കുന്നത്. വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് തൃശ്ശൂരിൽ ആണ് വലിയ വിമർശനം ഉയർന്നത്. സുരേഷ് ഗോപി ഇത്തരത്തിൽ ആണ് വിജയിച്ചത് എന്ന് പറയുമ്പോൾ വോട്ട് ചേർത്തുവെന്നും ഇനിയും ചേർക്കുമെന്നും പറയുകയാണ്
BJP നേതാവ്. വോട്ട് ചോരി ആരോപണത്തിൽ കേന്ദ്ര സർക്കാർ കടുത്ത പ്രതിസന്ധി നേരിടുന്നതിനിടെ ഇരട്ട വോട്ടിനെ ന്യായീകരിക്കുകയാണ് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ. ഒരു മണ്ഡലത്തിൽ ജയിക്കാൻ തീരുമാനിച്ചാൽ ജമ്മു കാശ്മീരിൽ നിന്നു വരെ ആളെ കൊണ്ടുവന്ന് വോട്ടർ പട്ടികയിൽ ചേർക്കും എന്നായിരുന്നു ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ. തൃശൂരിലെ ഇരട്ട വോട്ടിനെയും ഗോപാലകൃഷ്ണൻ ന്യായീകരിച്ചു. അതേസമയം BJP രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന്റെ വലിയ തെളിവാണ് ഗോപാലകൃഷ്ണന്റെ വാക്കുകളെന്ന ആരോപണവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്ത് വന്നു. തൃശൂരിലുയർന്ന ഇരട്ട വോട്ട് ആരോപണങ്ങളിൽ ഒഴിഞ്ഞു മാറിയിരുന്ന BJP നേതൃത്വം അതിലെന്താണ് കുഴപ്പമെന്ന് ചോദിച്ചു തുടങ്ങി. ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒരു വർഷം മുൻപ് ഇങ്ങനെ വോട്ട് ചേർത്തിട്ടുണ്ടെന്നും ഇനിയും അത് തുടരുമെന്ന് സംസ്ഥാന ഉപാധ്യക്ഷൻ B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല, അത് നാളെയും ചെയ്യും. രണ്ടുപേരും കൂടി പരസ്പരം സന്ധി ചെയ്ത് BJPയുടെ ആളുകളെ തോൽപ്പിക്കാൻ വോട്ട് വിൽക്കുന്നത് ധാർമ്മികതയാണ്. സുരേന്ദ്രൻ തോറ്റത് 86 വോട്ടിനാണ്. ഇടത് വോട്ടും വലത് വോട്ടും തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു കൊടുത്തിട്ടില്ല തോറ്റത്. അത് ധാർമ്മികതയാണെങ്കിൽ ഇതും ധാർമ്മികതയാണ്. നിയമാനുസൃതം രാജ്യത്ത് എവിടെയും വോട്ട് ചേർക്കാമെന്നും ജയസാധ്യതയുള്ളിടത്ത് വോട്ടർമാർ 6 മാസം താമസിച്ചാൽ എന്താണ് പ്രശ്നമെന്നും B. ഗോപാലകൃഷ്ണനെ ന്യായീകരിച്ചുകൊണ്ട് MT രമേശും രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന 6 തിരിച്ചറിയൽ രേഖയുണ്ട്. അതിലേതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ നിങ്ങൾക്ക് ഉണ്ടാവണം. ഏതെങ്കിലും തിരിച്ചറിയൽ രേഖ നിങ്ങൾക്ക് ഉണ്ടാവുകയും 6 മാസം നിങ്ങളുടെ സ്ഥലത്ത് തുടർച്ചയായി താമസിക്കുകയും നിങ്ങളുടെ അയൽക്കാരൻ നിങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്താൽ ഈ രാജ്യത്ത് ഇവിടെയും നിങ്ങൾക്ക് വോട്ട് ചേർക്കാം. എനിക്ക് കാശ്മീരിൽ പോയി ചേർക്കാം, കാശ്മീരുകാരൻ ഇവിടെയും ചേർക്കാം. എന്നാൽ ഫാസിസത്തിന്റെ മുഖക്കണ്ണാടിയാണ് ഗോപാലകൃഷ്ണൻ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്ന അനുഭവവും അക്കൗണ്ട് പൂട്ടിച്ച അനുഭവവും ഉണ്ടായിട്ടുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എന്താണ് RSSന്റെയും BJPയുടെയും ഗോപാലകൃഷ്ണന്റെയും ഒക്കെ നിലപാട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടു. അത്രയേ ഉള്ളൂ. ഈ കേരളത്തിന് ഇവരുടെ അക്കൗണ്ട് തുറന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. തുറന്ന അനുഭവം ഉള്ളതിൽ നിന്ന് കൃത്യമായിട്ട് പൂട്ടിച്ച അനുഭവവും ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തെ ഭീഷണിപ്പെടുത്താൻ, കേരളത്തിലെ ഇടതുപക്ഷത്തെ ഭീഷണിപ്പെടുത്താനൊന്നും ഇപ്പോഴും BJP ആയിട്ടില്ല. ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ഇനിയും വോട്ട് ചേർക്കുമെന്ന സ്ഥിരീകരണം കൂടിയാണ് ഗോപാലകൃഷ്ണന്റെ ഈ പ്രഖ്യാപനം. രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി ആരോപണങ്ങൾ ശരിയല്ലെന്ന് സ്ഥാപിക്കാൻ ദേശീയ നേതൃത്വം പാടുപെടുമ്പോഴാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഈ ന്യായീകരണം കൂടി വരുന്നത്. എന്നാൽ അനധികൃതമായി വോട്ട് ചേർക്കുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് എതിരല്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് നേതൃത്വം. ഈ നിലയിൽ ഉള്ള ഒരു പ്രതികരണം നവമിയുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പോലെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി തന്നെയാണ് ഇപ്പോൾ BJPയുടെ ഒരു പ്രതികരണം വന്നത്. പ്രത്യേകിച്ച് ജയിക്കേണ്ട മണ്ഡലങ്ങളിൽ കാശ്മീരിൽ നിന്ന് വരെ ആളുകളെ എത്തിച്ച് വോട്ട് ജയിക്കും എന്നാണ് BJP നേതാവ് പറഞ്ഞത് എങ്കിൽ ഇത് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടാണ് ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ കേരളത്തിൽ നടക്കുന്നത്. അതേ സുരേഷ് ഗോപിയുടെ മന്ത്രിപുത്രന്റെ ഒരു ഷോ നടന്നു, അത് റോഡിലായിരുന്നു. അതെന്തായിരുന്നു എന്ന് നോക്കാം. വാഹനം വഴിമാറ്റുന്നതിനെ ചൊല്ലി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനും കോൺഗ്രസ് നേതാവും തമ്മിൽ നടു റോഡിൽ തർക്കം. ഇന്നലെ രാത്രിയായിരുന്നു സുരേഷ് ഗോപിയുടെ മകനും നടനുമായ മാധവ് സുരേഷ് KPCC അംഗം വിനോദ് കൃഷ്ണയുമായി തർക്കിച്ചത്. മാധവിനെ പോലീസ് കൊണ്ടുപോയി പരിശോധിച്ചുവെങ്കിലും മദ്യപിച്ചതായി തെളിഞ്ഞില്ല. ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷമായിരുന്നു ശാസ്തമംഗലം ജംഗ്ഷനിൽ തർക്കമുണ്ടായത്. KPCC അംഗം വിനോദ് കൃഷ്ണയും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ മകനും സിനിമാ താരവുമായ മാധവ് സുരേഷുമാണ് വാഹനം കടന്നു പോകുന്നതിനെ ചൊല്ലിയുള്ള തർക്കമുണ്ടായത്. ഇത് ഏതാണ്ട് 15 മിനിറ്റിലേറെ വലിയ വാക്കുതർക്കമായി മാറുകയായിരുന്നു. ഒടുവിൽ പോലീസ് സ്ഥലത്തെത്തി. മാധവ് സുരേഷ് മദ്യപിച്ചിട്ടുണ്ടെന്ന സംശയം വിനോദ് കൃഷ്ണ പോലീസിനോട് പറഞ്ഞു. അങ്ങനെ മാധവ് സുരേഷിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ പോലീസ് ജീപ്പിൽ കയറ്റാൻ ശ്രമിച്ചു. അപ്പോൾ പോലീസിനോടും മാധവ് സുരേഷ് കയർത്ത് സംസാരിച്ചു. പോലീസ് സ്റ്റേഷനിലെത്തുമ്പോഴും പോലീസുമായി വാക്കേറ്റമുണ്ടായി എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന സംശയത്തിൽ പോലീസ് പരിശോധന നടത്തി. പക്ഷേ മദ്യപിച്ചിട്ടില്ല എന്നാണ് പരിശോധനയിൽ വ്യക്തമായത്. വിനോദ് കൃഷ്ണ ഈ കേസിൽ തനിക്ക് പരാതിയുമായി മുന്നോട്ട് പോകാനില്ല എന്ന് വ്യക്തമാക്കി. പോലീസ് വരുമ്പോൾ ഞാൻ പറഞ്ഞു അയാൾ മദ്യപിച്ചിരിക്കുകയാണ്, സംശയമുണ്ട്, വണ്ടിയിൽ വലിയ ഉച്ചയും ബഹളമൊക്കെ ആയിരുന്നു,
എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് പോലീസ് വന്നിട്ട് പോലീസിന് ഇതുപോലെ സംശയം തോന്നിയിട്ടാണ് പോലീസ് അയാളെ വണ്ടി കയറ്റുന്നത്. ആ അവസരത്തിൽ എന്നോട് പറഞ്ഞു പിറകിൽ വരാൻ പറഞ്ഞു. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അയാൾ വിളിച്ചു വരുത്തിയനുസരിച്ച് അയാളുടെ വീട്ടുകാരെല്ലാം അവിടെ വന്നു. ആ വീട്ടിലെ ബന്ധുക്കളല്ല, ഡ്രൈവേഴ്സ് മറ്റ് സ്റ്റാഫ് ആരൊക്കെയാണോ അവരൊക്കെ വന്നിട്ട് പരാതി ഇല്ലാതെ അത് ഒഴിവാക്കണം എന്നുള്ള രീതിയിലും അത് ഒരു അബദ്ധം പറ്റിപ്പോയതാണ് വെച്ചെടുത്തത്. അപ്പം അയാൾ തന്നെ എന്നോട് വിട്ടുകളെ എനിക്ക് ആ സമയത്ത് സംഭവിച്ചാണ് റോഡിലുണ്ടായ വർത്തമാനത്തിൽ സോറി പറഞ്ഞ് ആ രീതിയിലേക്ക് സംസാരിച്ചപ്പോൾ പരാതിയില്ല എന്ന് ഞാൻ പറഞ്ഞു. മാധവ് സുരേഷിന്റെ കുടുംബാംഗങ്ങളും ഇന്നലെ രാത്രി സ്റ്റേഷനിലെത്തിയിരുന്നു. രണ്ട് കൂട്ടരും തമ്മിൽ സംസാരിച്ച് ഈ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചതിനാൽ പോലീസ് നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല. പക്ഷേ തന്റെ മകനെ സ്റ്റേഷനിൽ അനാവശ്യമായി കൊണ്ടുപോയതിനെതിരെ സുരേഷ് ഗോപി പോലീസിന് പരാതി നൽകാൻ ഒരുങ്ങുന്നു എന്ന സൂചനകളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പരാതി നൽകുന്ന കാര്യത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. ഏതായാലും പ്രധാനപ്പെട്ട റോഡിൽ ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ തമ്മിൽ, ഒരു രാഷ്ട്രീയ നേതാവും അതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രിയുടെ മകനുമായി വാക്കേറ്റമുണ്ടായത്. ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല. നിരവധി വിഷയങ്ങൾ, പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച തൃശ്ശൂരിലെ വോട്ട് ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഇരട്ട വോട്ട് പോലെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും മാധ്യമങ്ങളോട് സുരേഷ് ഗോപി പ്രതികരിക്കുന്നില്ല. ഒരു വിഷയത്തിലും സംസാരിക്കില്ല. മാധ്യമങ്ങൾ വേട്ടയാടുന്നു എന്നും താൻ വ്യക്തിയും കുടുംബവും ഉള്ള ആളാണ് എന്ന് മറക്കരുത് എന്നുമാണ് സുരേഷ് ഗോപി പറയുന്നത്. എൻ്റെ ജീവിതത്തിലാണ് നിങ്ങൾ കയറി കൊത്തിയത്. എൻ്റെ ജീവിതത്തിലാണ്. എന്നിൽ ഒരു വ്യക്തിയുണ്ട്. വ്യക്തിയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കുടുംബസ്ഥൻ, ഭർത്താവ്, അച്ഛൻ, മകൻ, അങ്ങനെ പല ബന്ധങ്ങളുണ്ട് എനിക്ക്. അതിനെല്ലാം ഹനിക്കുന്ന രീതിയിലാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട്. എവിടം മുതൽ നിങ്ങളിത് തുടങ്ങി? കിരീടം, കലാമണ്ഡലം ഗോപി ആശാൻ, RLV രാമകൃഷ്ണൻ, എവിടെയൊക്കെ നിങ്ങൾ കയറി? അതിന് ഞാൻ എന്ത് പാപം ചെയ്തു? ഞാൻ നേരത്തെ മുതിർന്ന കോൺഗ്രസ് എംപിമാർ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് മത്സരിച്ച് മന്ത്രിക്കുപ്പായം തയ്ച്ചു വെക്കുന്നു എന്ന വാർത്ത ഞങ്ങൾ എക്സ്ക്ലൂസീവായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അതിനോടൊപ്പം മറ്റൊരു വാർത്ത കൂടി ചേർത്ത് വയ്ക്കുന്നത് പ്രേമചന്ദ്രന്റെ ഇരവിപുരം പ്രേമത്തെക്കുറിച്ചാണ്. കോൺഗ്രസ് എംപിമാരുടെ സീറ്റ് താൽപ്പര്യം സജീവ ചർച്ചയാകുമ്പോൾ തന്നെയാണ് NK പ്രേമചന്ദ്രൻ എംപിയുടെ അസംബ്ലി മോഹം RSPയിൽ മറ്റൊരു പിളർപ്പിന് വഴി തുറക്കുമോ എന്ന സംശയം ബലപ്പെടുന്നത്. ഇരവിപുരം മണ്ഡലം നോട്ടമിട്ടുള്ള പ്രേമചന്ദ്രന്റെ നീക്കങ്ങളാണ് RSPയിൽ കല്ലുകടിക്ക് വഴിവെച്ചിട്ടുള്ളത്. കൊല്ലം നിയമസഭാ സീറ്റിനു വേണ്ടി ഷിബു ബേബി ജോൺ മുന്നണിയിൽ അവകാശവാദം തുടരുന്നതിന് ഇടെയാണ് പ്രേമചന്ദ്രന്റെയും സമാനമായ നീക്കം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ് റിപ്പോർട്ടിലേക്കാണ് ഇനി. തുടർച്ചയായ 2 തെരഞ്ഞെടുപ്പുകളിലെ പരാജയത്തോടെ നിയമസഭയിൽ പ്രാതിനിധ്യം തന്നെ നഷ്ടപ്പെട്ട RSPക്ക് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടം തന്നെ. അതുകൊണ്ട് തന്നെയാണ് കൊല്ലം മണ്ഡലത്തിൽ ഷിബു ബേബി ജോണിനെ കളത്തിലിറക്കാൻ RSP UDFൽ അവകാശവാദം തുടരുന്നത്. ഇതിനിടെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ MP കൂടിയായ NK പ്രേമചന്ദ്രനും അസംബ്ലി സീറ്റ് മോഹവുമായി RSPയിൽ കരുനീക്കം സജീവമാക്കിയിരിക്കുകയാണ്. 2016 2021 കൈവിട്ടുപോയ ഇരവിപുരമോ ചവറയോ ലക്ഷ്യമാക്കിയാണ് പ്രേമചന്ദ്രന്റെ നീക്കം. MP സ്ഥാനം രാജിവെച്ച് NK പ്രേമചന്ദ്രൻ കളത്തിലിറങ്ങാൻ നടത്തുന്ന ശ്രമം കൊല്ലം സീറ്റിനു വേണ്ടിയുള്ള പാർട്ടിയുടെ അവകാശവാദത്തിന്റെ ആക്കം കുറയ്ക്കുമെന്ന വിലയിരുത്തലിലാണ് ഒരു വിഭാഗം. ഷിബു ബേബി ജോണിനെ അസ്വസ്ഥനാക്കുന്നതും ഇതുതന്നെ. അതേസമയം കൊല്ലം സീറ്റ് കോൺഗ്രസ് RSPക്ക് വിട്ടു നൽകിയില്ലെങ്കിൽ അത് അവസരമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് LDF. UDFിനുള്ളിൽ സ്വരച്ചേർച്ചയില്ലായ്മയെന്ന് പലകുറി പരസ്യമായി പ്രതികരിച്ച ഷിബു ബേബി ജോണിനെ ഇടത് പാളയത്തിലെത്തിക്കാൻ ഇതിനോടകം തന്നെ CPM നീക്കം നടത്തിയതായാണ് വിവരം. UDFന് ഭരണം ലഭിച്ചാൽ ഒരു മന്ത്രിസ്ഥാനമേ ലഭിക്കൂ എന്നതാണ് മുൻ മന്ത്രിമാരായ NK പ്രേമചന്ദ്രനെയും ഷിബു ബേബി ജോണിനെയും സുരക്ഷിത മണ്ഡലങ്ങൾ തേടാൻ നിർബന്ധിതരാക്കുന്നതും. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. എന്തായാലും ഇവരൊക്കെ മത്സരിക്കട്ടെ, വിജയിക്കട്ടെ, അങ്ങനെ അധികാരത്തിലും വരട്ടെ. പക്ഷേ അഴിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ഭരണം നടത്തേണ്ട എന്നതാണ് ഇപ്പോൾ BJP പറയുന്നത്, പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ പറയുന്നത്. അധികാരസ്ഥാനത്തിരിക്കുന്നവർ 30 ദിവസം കസ്റ്റഡിയിലായാൽ നീക്കം ചെയ്യാൻ അധികാരം നൽകുന്ന ബില്ലിനെ ന്യായീകരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അറസ്റ്റിലായ സർക്കാർ ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്നുണ്ട്,
പിന്നെ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിമാരെയും ഒക്കെ നീക്കം ചെയ്യാൻ പറ്റാത്തത് എന്നതാണ് മോദിയുടെ ചോദ്യം. പ്രതിപക്ഷം ബില്ലിനെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് അറിയാമെന്നും മോദി പറയുന്നുണ്ട്. ये आरजेडी वाले, ये कांग्रेस वाले, ये लेफ्ट वाले इस कानून का विरोध कर रहे हैं. ये बहुत गुस्से में है और कौन नहीं जानता उनको किस बात का डर है. ഭരണഘടനാ ഭേദഗതി ബിൽ വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് BJP. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഇന്ന് ബീഹാറിലെ റാലിയിൽ ഈ വിഷയം ഉയർത്തുകയും പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ഭരണഘടനയുടെ 130ാമത് ഭേദഗതി, അതായത് തുടർച്ചയായി 30 ദിവസം ജയിലിൽ കഴിയുന്ന മന്ത്രിമാരെ പുറത്താക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിന് പ്രതിപക്ഷം അംഗീകാരം നൽകുന്നില്ല എന്നാണ് പ്രധാനമന്ത്രിയുടെ ആക്ഷേപം. 50 മണിക്കൂർ തുടർച്ചയായി ജയിലിൽ കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർക്ക് പിന്നെ ആ ജോലിയിൽ തുടരാനാകില്ല, നിയമ നടപടികൾ അല്ലെങ്കിൽ സസ്പെൻഷൻ നടപടികൾ നേരിടേണ്ടി വരും. ഈ ഘട്ടത്തിലാണ് മന്ത്രിമാർക്ക് ജയിലിലിരുന്ന് ഭരിക്കാം എന്ന് പ്രതിപക്ഷം അവകാശപ്പെടുന്നത് എന്നാണ് പ്രധാനമന്ത്രി ഇന്ന് വ്യക്തമാക്കിയത്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഈ നിലപാട് കടുത്ത വിയോജിപ്പിന് ഇടയാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. മാത്രവുമല്ല, അഴിമതിക്കാരെ സംരക്ഷിക്കാനുള്ള ഒരു നടപടിയാണെന്ന് ഗയയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. ആ ഘട്ടത്തിലാണ് അഴിമതിക്കാരും അതുപോലെ വളരെ ഗൗരവമായ കുറ്റങ്ങൾ ചെയ്ത് ജയിലിലാകുന്നവരെയും പുറത്താക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിന് തനിക്ക് അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിന് ജനപിന്തുണ വേണ്ടതുണ്ട് എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. സമാനമായ ഒരു നിലപാട് തന്നെയാണ് അമിത്ഷായും ഇന്ന് പ്രകടിപ്പിച്ചത്. തമിഴ്നാട്ടിലെ ഒരു റാലിയിൽ അമിത്ഷാ ഈ കാര്യം എടുത്തു പറഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനും, അതായത് സോണിയാഗാന്ധിക്കും MK സ്റ്റാലിനും അവരുടെ മക്കളെ രാഷ്ട്രീയത്തിൽ വാഴിക്കണം എന്ന ഒരു നിലപാട് മാത്രമേ ഉള്ളൂ. കുടുംബവാഴ്ചയ്ക്ക് വേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത്. ആ ഒരു സാഹചര്യം ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒപ്പം തന്നെ ഈ 130ാം ഭേദഗതി വളരെ സുപ്രധാനമാണ്. സെന്തിൽ ബാലാജി കേസിലും പൊന്മുടി കേസിലുമൊക്കെ ഇത് കണ്ടതാണ്. ജയിലിലായിട്ടും മന്ത്രിമാർ അവരുടെ സ്ഥാനം ഒഴിയാൻ തയ്യാറാകുന്നില്ല. ഇതിനെ കറുത്ത ബില്ല് എന്ന് പറയുന്ന സ്റ്റാലിൻ കറുത്ത പദ്ധതികളാണ് തമിഴ്നാട്ടിൽ നടപ്പിലാക്കുന്നത്, അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നുവെന്ന ആരോപണം അമിത്ഷാ ഉന്നയിക്കുകയും ചെയ്തു. അങ്ങനെ പ്രധാനമന്ത്രിയും അമിത്ഷായും ഇന്ന് വളരെ രൂക്ഷമായി പ്രതിപക്ഷത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടു. പ്രധാനമന്ത്രി ഗയയിൽ ഇത് തൻ്റെ സർക്കാരിൻ്റെ ഒരു നേട്ടമായി, അല്ലെങ്കിൽ ഇത് സർക്കാരിൻ്റെ ഒരു ഉദ്ദേശശുദ്ധിയെ ജനങ്ങൾ മനസ്സിലാക്കണം എന്ന ഒരു നിലപാടാണ് വ്യക്തമാക്കിയത്. ഇതിന് വലിയ പിന്തുണ ലഭിക്കും എന്നാണ് പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗത്തിലൂടെ സൂചനയായി നൽകുകയും ചെയ്യുന്നത്. ഇതാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതേസമയം അമിത്ഷായും പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ സംസാരിക്കുകയും ചെയ്തുവെങ്കിൽ കേരളം സുരക്ഷിതമാക്കാൻ കേന്ദ്ര സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന ഭരണം കേരളത്തിൽ ആവശ്യമാണ് എന്നുകൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത്. കേരളത്തിലെ BJP സംസ്ഥാന നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. ദേശസുരക്ഷയ്ക്ക് പ്രാധാന്യമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറിയെന്ന് വിമർശിക്കുന്നുണ്ട്. ദേശവിരുദ്ധ ശക്തികൾക്ക് പ്രവർത്തനം നടത്താനുള്ള സ്ഥലമായി കേരളം മാറിയതിനെതിരെ ക്യാമ്പയിൻ നടത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നേതൃയോഗത്തിന്റെ തുടർച്ചയായി നാളെ തൃശ്ശൂരിൽ സംസ്ഥാന ശില്പശാല സംഘടിപ്പിക്കും. ഓണക്കാലത്ത് വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ് ക്ഷേമ പെൻഷൻ എന്നത്. അത് മലയാളികളുടെ കൈകളിലേക്ക് എത്താൻ പോവുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. സംഭവിച്ചിട്ട് കുറച്ച് നാളായി, ഒരു 3-4 മാസത്തിന് മേലേക്ക് ആയിട്ടുണ്ട്. ഒരിക്കൽ മാത്രം ഇങ്ങനെ ഒരു മിസ്ബിഹേവിയർ ഉണ്ടായിട്ടുള്ളൂ, അതോ ഇത് തുടർച്ചയായിട്ട് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആദ്യമൊക്കെ തുടർച്ചയായി തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇയാൾക്കെതിരെ പല പല ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അയാൾ പിന്നീട് കോണ്ടാക്ട്സ് കുറച്ചിട്ടുമുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ഉൾപ്പെടെ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ട്. കാരണം അയാൾ പേടിക്കുന്നു, ഭയക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് പുറത്ത് പറയുമോ അങ്ങനെയുള്ള. അയാൾക്ക് ചിലതര വൈകൃതങ്ങളാണ്. അയാളുടെ അടുത്ത് പബ്ലിക്കായിട്ടാണ്, മീൻസ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഡിസപ്പാറിങ് മെസ്സേജാണ്. അതെനിക്ക് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റില്ല. ഇന്നലെ ആ യുവനടി വെളിപ്പെടുത്തിയത് പോലെ തന്നെ ഇയാൾ അയക്കുന്ന മെസ്സേജ് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള മെസ്സേജുകളാണ് അയക്കുന്നത്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചത്, നിന്നെയൊക്കെ എനിക്ക്
അയാൾക്കുള്ള വൈകൃത എന്ന് പറഞ്ഞ് എന്നെ എനിക്ക് റേപ്പ് ചെയ്യണം എന്നാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് ഇവിടെയല്ല, നമുക്ക് കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും ഹോട്ടലുകളിൽ ബാംഗ്ലൂരോ ഹൈദരാബാദോ ആണ് അയാൾ സജക്ഷൻ ചെയ്ത 2 ഹോട്ടലുകൾ. അവിടെ നമുക്ക് പോകാം, ഇവിടെയൊക്കെ ഇങ്ങനെ ഇതായാൽ ആളുകൾ കാണും, ഒന്നാമത് ഞാനും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. നിങ്ങളപ്പോ എന്ത് മറുപടിയാ പറഞ്ഞത് ഈ രീതിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല, മാത്രമേ വേണ്ടിയിട്ടുള്ളൂ. കാരണം വെച്ചാൽ നമുക്കറിയാം, എനിക്ക് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വ്യക്തിയാണ്, മാത്രമല്ല സമൂഹത്തിലെ ഒരു MLA ആണ്. അപ്പോൾ ഇയാളുടെ അടുത്ത് ഏത് രീതിയാണ് പ്രതികരിക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. പ്രതികരിച്ചാൽ ചിലപ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്നും ഞാൻ ഭയന്നിരുന്നു. ഓണത്തിന് 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകും. നാളെ മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും. ഇതിനായി 1679 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് 3200 രൂപ വീതം ലഭിക്കുക. ആഗസ്റ്റിലെ പെൻഷന് പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് അനുവദിച്ചിട്ടുള്ളത്. ബവ്കോയിൽ ഓണം ബോണസായി 1,02,500 രൂപ നൽകും. എക്സൈസ് മന്ത്രി MP രാജേഷും ജീവനക്കാരുടെ സംഘടനകളും തമ്മിലുള്ള ചർച്ചയിലാണ് ഈ ബോണസ് സംബന്ധിച്ച് തീരുമാനം എടുത്തത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 7,500 രൂപയുടെ വർധനവാണ് ഇത്തവണ നൽകുന്നത്. 4,000-ഓളം ജീവനക്കാർക്കാണ് ബോണസ് ലഭിക്കുക. ഇനി നമ്മൾ ഇന്നത്തെ പഞ്ച് ഡയലോഗിലേക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വേലിയിൽ സാരി ചുറ്റിയിട്ടാൽ അതിന് പിന്നാലെ പോകുന്ന ആളെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. 35 വയസ്സിൽ ഇതാണ് നിലയെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്താകും അവസ്ഥ? രാഹുലിനെ ഇവിടെ കൊണ്ടുവന്ന ആൾ ഇപ്പോൾ എവിടെയാണ്? കന്നാസും കടലാസും പോലെ ആയിരുന്നില്ലേ ഷാഫിയും രാഹുലും എന്നും CPIM ജില്ലാ സെക്രട്ടറി ചോദിക്കുകയാണ്. ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. ചെറിയ പിള്ളേരെ തെറ്റ് കണ്ടാൽ നമ്മൾ എന്ത് പറയും? ചെക്ക മുട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല, ഇപ്പൊ തന്നെ കുഴപ്പമാണ് അല്ലേ? സംഗതി 35 വയസ്സിൽ ഇതാണെങ്കിൽ ഈ പാവി കുറെ കഴിയുമ്പോ എന്തായിരിക്കും? വേലിയിൽ സാരി ഇട്ടാൽ കുഴപ്പമാകില്ല ഇവന്റെ മുമ്പിൽ. വേലിയില് മതിൽപ്പുറത്തോ സാരി ഉണങ്ങാനിട്ടാൽ ഇവൻ ആ വഴിക്ക് നടത്താൻ പറ്റില്ല. മറ്റവൻ പരിങ്ങിയിരിക്കുകയാണ്, ഞാൻ ഒന്നിനുമില്ല, ഞാൻ വളരെ ഡീസന്റ് ആണ്, ഈ മറ്റേ കക്ഷി എന്റെ കൂടെ വന്ന് പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ആള് എന്റെ ജീവൻ പോയാൽ പാലക്കാട് ഞാൻ പറയുന്ന സ്ഥാനാർത്ഥി ആര്? നല്ല ആള്, മനസ്സിലായില്ലേ? എന്താ പറയാ, കന്നാസും കടലാസും പോലെയല്ലേ ഇവര് നടത്താം? കന്നാസും കടലാസും പോലെയാണ് ഷാഫിയും ഈ രാഹുലും. ഇനി മുകളിൽ ഒരാളുണ്ട് സെഗ്മെന്റിലേക്കാണ്. അതിനു മുമ്പ് നമുക്ക് വൈറൽ കട്ട്സ് എന്ന സെഗ്മെന്റ് കൂടി നോക്കാം. വൈറൽ കട്ടിലെ ദൃശ്യങ്ങളിലേക്ക്. RSS ಚಡ್ಡಿ ಹಾಕಿದ್ದೀನಿ ಅಂದ್ರಲ್ಲ ಒಂದ್ಸರಿ. ನಮಸ್ತೆ ಸದಾ ವತ್ಸಲೆ ಮಾತೃಭೂಮಿ ಅಧ್ಯಕ್ಷ ಹಿಂದೂ ಭೂಮಿ ಸುಗಮ್ ವರ್ಧಿತೋಹಂ ಕೇಳಿಸ್ಕೊಂಡ್ರೆ ಮಹಾಮಂಗಲೆ. ನಾನು ಅವೆಲ್ಲ ಕಡಪಿಂದ ತೆಗೆದಾಕಿಸ್ಬೇಡ್ರಿ, ಚರ್ಚೆ ಬೇಡ. ಅದನ್ನ ಕರ್ನಾಟಕ ರಾಜ್ಯ ಕ್ರಿಕೆಟ್ ಅಭಿಮಾನಿಗಳು ಬೇರೆ ಬೇರೆ ರಾಜ್ಯದಲ್ಲಿ ಬೇಕಾದಷ್ಟು ಇಂಥದ್ದೆಲ್ಲ ಆಗಿದೆ. ಕರ್ನಾಟಕ ಸರ್ಕಾರ ಏನ್ ಮಾಡಬೇಕು, ನಾನು ಪೊಲೀಸ್ ಅವ್ರನ್ನು ಬ್ಲೇಮ್ ಮಾಡ್ಲಿಕ್ಕೆ ನಾನು ತಯಾರಿಲ್ಲ. RSSന്റെയും BJPയുടെയും ഒക്കെ അതിശക്തനായ വിമർശകനാണ് DK ശിവകുമാർ. ഈ DK ശിവകുമാർ തന്നെയാണ് ഗണഗീതം സഭയിൽ ആലപിച്ചത്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാണ്. DK ശിവകുമാർ ഗണഗീതം ആലപിച്ചു എന്നുള്ളതാണ്. പക്ഷേ ശിവകുമാർ പറയുന്നത് ഈ ചർച്ചയുടെ ഭാഗമായി എന്താണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്ന കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഗണഗീതം ആലപിച്ചത് എന്നുള്ളതാണ്. എന്തായാലും വലിയ തോതിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അത് തെറ്റായും ശരിയായി. ഇനി നമ്മൾ പോകുന്നത് മുകളിൽ ഒരാളുണ്ട് എന്ന സെഗ്മെന്റിലേക്കാണ്. വന്ധ്യംകരിച്ച ശേഷം ആവാസ വ്യവസ്ഥയിലേക്ക് തെരുവ് നായകളെ തുറന്നുവിടാമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ച ദിവസം തന്നെയാണ് ഈ
മുകളിൽ ഒരാളുണ്ട് എന്നതിൻ്റെ ദൃശ്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അത് മറ്റെവിടെ നിന്നുമല്ല, നമ്മുടെ പാലക്കാട് തെക്കുംമല പാലക്കാവ് അമ്പലത്തിന് സമീപത്ത് നിന്നുള്ള ദൃശ്യമാണ്. കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് നേരെ നായകൾ, തെരുവ് നായകൾ പാഞ്ഞടുക്കുന്നതാണ് ദൃശ്യങ്ങൾ. തലനാരിഴയ്ക്കാണ് ഈ കുട്ടികൾ രക്ഷപ്പെട്ടത്. അടുത്ത ദൃശ്യം കാണുന്നു, അതും പാലക്കാട് തന്നെയാണ്. അത് അമ്പലപ്പാറയിലെ ഒരു കടയിൽ അവിടെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് റോഡരികിലൂടെ നടക്കുകയായിരുന്ന അജിത എന്ന സ്ത്രീക്ക് ഈ തെരുവുനായയുടെ കടിയേൽക്കുന്നു എന്നുള്ളതാണ് തെരുവുനായ പ്രശ്നം. ഈ തെരുവുനായകളെ വന്ധ്യീകരിക്കണം, അവയെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണം, ചിലരെങ്കിലും അതിനെ കൊന്നൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിനെ അതിശക്തമായി എതിർക്കുന്നവരുണ്ട്. പക്ഷേ എന്തുമാകട്ടെ, ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുക വേണം എന്നുള്ളതാണ് പ്രധാനം. ഇടവേള. സംഭവിച്ചിട്ട് കുറച്ച് നാളായി, ഒരു 3-4 മാസത്തിന് മേലേക്ക് ആയിട്ടുണ്ട്. ഒരിക്കൽ മാത്രം ഇങ്ങനെ ഒരു മിസ്ബിഹേവിയർ ഉണ്ടായിട്ടുള്ളൂ, അതോ ഇത് തുടർച്ചയായിട്ട് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആദ്യമൊക്കെ തുടർച്ചയായി തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇയാൾക്കെതിരെ പല ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അയാൾ പിന്നീട് കോണ്ടാക്ട്സ് കുറച്ചിട്ടുമുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ഉൾപ്പെടെ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ട്. കാരണം അയാൾ പേടിക്കുന്നു, ഭയക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് പുറത്ത് പറയുമ്പോൾ ഇങ്ങനെയുള്ള അയാൾക്ക് ചിലതര വൈകൃതങ്ങളാണ്. അയാളുടെ അടുത്ത് പബ്ലിക്കായിട്ടാണ്, മീൻസ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഡിസപ്പാറിങ് മെസ്സേജ് ആണ്. അതെനിക്ക് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റില്ല. ഇന്നലെ ആ യുവനടി വെളിപ്പെടുത്തിയത് പോലെ തന്നെ ഇയാള് അയക്കുന്ന മെസ്സേജ് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള മെസ്സേജുകളാണ് അയക്കുന്നത്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചത്, നിന്നെയൊക്കെ എനിക്ക് അയാൾക്കുള്ള വൈകൃതം എന്ന് പറഞ്ഞ് നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം എന്നാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് ഇവിടെയല്ല, നമുക്ക് കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും ഹോട്ടലുകളിൽ ബാംഗ്ലൂരോ ഹൈദരാബാദോ ആണ് അയാൾ സജഷൻ ചെയ്ത 2 ഹോട്ടലുകൾ. അവിടെ നമുക്ക് പോകാം, ഇവിടെയൊക്കെ ഇങ്ങനെ ഇതായാൽ ആളുകൾ കാണും, ഒന്നാമത് ഞാനും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. നിങ്ങളപ്പോ എന്ത് മറുപടിയാ പറഞ്ഞത് ഈ രീതിയിൽ സംസാരിച്ചപ്പോ ഞാൻ മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല, മാത്രമേ വേണ്ടിയിട്ടുള്ളൂ. കാരണം വെച്ചാൽ നമുക്കറിയാം, എനിക്ക് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വ്യക്തിയാണ്, മാത്രമല്ല സമൂഹത്തിലെ ഒരു MLA ആണ്. അപ്പോൾ പാഴൂർ സോമൻ MLAക്ക് നാടിൻ്റെ അന്ത്യാഞ്ജലി. രാവിലെ പീരുമേട്ടിലെ വീട്ടിൽ നിന്നും വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ എത്തിച്ച മൃതദേഹത്തിൽ 100 കണക്കിന് പേർ അന്തിമോപചാരം അർപ്പിച്ചു. സ്പീക്കർ AN ഷംസീർ, മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, K രാജൻ, P പ്രസാദ്, J ചിഞ്ചുറാണി അടക്കമുള്ളവർ അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. ഭൗതികദേഹം വഹിച്ചുകൊണ്ട് വിലാപയാത്ര 4:30 പാമ്പന സ്മൃതി മണ്ഡപത്തിൽ എത്തി. പോലീസിന്റെ നേതൃത്വത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് അന്ത്യോപചാരം നടന്നത്. ചേർത്തല സ്വദേശി ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് കൊലപാതക കേസായി മാറ്റിയതിൽ നന്ദി പറഞ്ഞ സഹോദരൻ പ്രവീൺ ദീർഘനാളത്തെ കാത്തിരിപ്പിന് ഫലം കണ്ടതായും പ്രവീൺ ന്യൂസ് 18നോട് പറഞ്ഞു. അന്വേഷണം ആദ്യഘട്ടത്തിൽ അട്ടിമറിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടികൾക്ക് കൂടി സർക്കാർ തയ്യാറാകുമെന്ന പ്രതീക്ഷയും പ്രവീൺ പങ്കുവച്ചു. പുറത്തു വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ആയിരുന്നു. ദൈവത്തിന്റെ കരങ്ങൾ പോലെ അവസാനം 8 വർഷത്തെ കാത്തിരിപ്പ് വേണ്ടി വരുന്നു. അതിനു മുമ്പുള്ള രീതിക്ക് ബന്ധുക്കളെയും ഞാൻ ഇറ്റലിയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടാണേലും എന്നെയും വളരെ മാന്യമായ രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ആളുണ്ട് എന്ന് കാണിച്ച് കബളിപ്പിക്കാൻ പ്രതിക്ക് പറ്റി. 2017 ഡിസംബർ 20
ബിന്ദുവെന്ന ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിനിയുടെ തിരോധാനം പട്ടണക്കാട് പോലീസിന്റെ ക്രൈം ഫയലിൽ ഇടം പിടിക്കുന്നത് ആ ദിവസമാണ്. ഒരു സ്ത്രീ പൊടുന്നനെ അപ്രത്യക്ഷമാവുകയും ആൾമാറാട്ടവും വ്യാജരേഖകളുമടക്കം ചമച്ച് അവരുടെ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ തട്ടിയെടുക്കുകയും ചെയ്യപ്പെട്ടിട്ടും അവർ ജീവനോടെയില്ലെന്ന് സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘങ്ങൾക്ക് നീണ്ട 8 വർഷം വേണ്ടിവന്നു. അച്ഛനും അമ്മയും മരിച്ചതോടെ സഹോദരൻ പ്രവീൺ മാത്രമായിരുന്നു ബിന്ദുവിനുണ്ടായിരുന്നത്. പ്രവീൺ ആകട്ടെ വിദേശത്തും. ഇത് സെബാസ്റ്റ്യന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലാക്കി. ക്രിമിനൽ ബുദ്ധിയുള്ള സെബാസ്റ്റ്യൻ ബിന്ദു ജീവനോടെയുണ്ടെന്ന് ബന്ധുക്കളെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചും പിന്നെയും വിലസി. ജൈനമ്മ കേസിൽ കോട്ടയത്തെ ജില്ലാ ജയിലിലാണ് നിലവിൽ റിമാൻഡിൽ സെബാസ്റ്റ്യൻ ഉള്ളത്. ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിലും സെബാസ്റ്റ്യന്റെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നതോടെ ഒരു പെണ്ണിനെ സ്നേഹം നടിച്ച് ചതിച്ച് വഞ്ചിച്ച് കൊലപ്പെടുത്തിയ കൊടും ക്രൂരനായ വ്യക്തിയുടെ മറ്റൊരു ആധികാരിക ചിത്രം കൂടി പുറത്തുവരികയാണ്. ബിന്ദു പത്മനാഭൻ കേസിൽ സെബാസ്റ്റ്യൻ മാത്രമാണോ കുറ്റക്കാരൻ? പണത്തിനുമേൽ പരുന്തും പറക്കില്ലെന്ന് തെളിയിച്ച് എല്ലാ ഒത്താശയും ചെയ്ത ചേർത്തലയിലെ ആദ്യ അന്വേഷണ സംഘത്തിനും ബിന്ദു ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ തിരോധാനത്തിനും കൊലപാതകത്തിനും പിന്നിലുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകുമോ? 7 പേജുള്ള ഒരു പെറ്റീഷൻ, ഒരു ലേഡി മിസ്സിംഗ് കേസാണ്. ഞാൻ നേരിട്ട് ബൈഹാന്റെ SHOയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് 70 ദിവസം കഴിഞ്ഞാണ് FIR ഉള്ളി FIR. ഒരു മാൻ മിസ്സിംഗ് കേസിന്റെ, ലേഡി മിസ്സിംഗ് കേസിന്റെ FIRന് 70 ദിവസം കഴിഞ്ഞിട്ടാണ്. അതിൽ തന്നെ ഇല്ലേ? അതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. അതിൽ തന്നെ ഇല്ല. ഇത് എന്തോ ഒരു ഇൻക്രിമെന്റിന്റെ വിഷയമൊക്കെ പറയുന്നത് കേട്ടു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചെയ്ത് ഞാൻ പറയുന്നില്ല കേട്ടോ. അതൊക്കെ അതിനും വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ മേളിൽ നിന്നോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ പേരൊക്കെ പതുക്കെ പുറത്ത് പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. 2017 സെപ്റ്റംബർ മാസത്തിലാണ് ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ സഹോദരിയെ കാണാനില്ലെന്ന പരാതി ആഭ്യന്തര വകുപ്പിന് നൽകുന്നത്. ഇടപ്പള്ളിയിൽ ഉൾപ്പെടെയുള്ള സഹോദരിയുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ വ്യാജരേഖയുണ്ടാക്കി സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ തട്ടിയെടുത്തതിന്റെ രേഖകൾ സഹിതമായിരുന്നു പരാതി. ബിന്ദുവിന് പകരം ജെ എന്ന സ്ത്രീയെ രജിസ്ട്രേഷൻ ഓഫീസിൽ ഹാജരാക്കിയതിന്റെ വിശദാംശങ്ങളും പരാതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആഭ്യന്തര വകുപ്പിന് നൽകിയ പരാതി ഫയൽ നമ്പർ ഇട്ട് ആലപ്പുഴയിൽ എത്തിയിട്ടും പട്ടണക്കാട് പോലീസിന് കേസിൽ FIR ഇടാൻ പോലും 70 ദിവസം വേണ്ടിവന്നു. പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിവന്നത് 6.5 മാസവും 15 ദിവസവും. സെബാസ്റ്റ്യനു വേണ്ടിയുള്ള പോലീസിന്റെ ഒത്താശയ്ക്ക് ഇതിനുമപ്പുറം എന്ത് തെളിവ് വേണം? ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷമായെങ്കിലും ജൈനമ്മയ്ക്കും ഐഷയ്ക്കും സിന്ധുവിനും ബിന്ദുവിനുമെല്ലാം ഇനിയെങ്കിലും നീതി കിട്ടുമോ? ഇതിന്റെ പുറകിലൊക്കെയുള്ള ബുദ്ധിയും പുറകിലൊക്കെയുള്ള കാര്യങ്ങളുമൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. എല്ലാം പതുക്കെ പുറത്തു വരട്ടെ. എങ്കിലും ഈ കാലതാമസം വന്നുപോയതിന്റെ ഒരു കുറ്റബോധവും സങ്കടവും എനിക്കില്ലായകയില്ല. ബാക്കി കാര്യങ്ങളിലൊക്കെ അന്വേഷണം വരും, കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. ന്യൂസ് 18 പിന്തുടർന്ന വാർത്ത, ആ വാർത്തയാണ് ഫലം കാണുന്നത്. ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ബിന്ദു പത്മനാഭന്റെ കുടുംബത്തിനെങ്കിലും നീതി ലഭിക്കുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. ന്യൂസ് at 9 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പോലീസ് പെട്രോളുമായി എൽദോ പോൾ പുതുശ്ശേരി ചേരും. നമസ്കാരം.